മഴ പെയ്യുന്ന ആ രാത്രി ആ വാടക വീട്ടിൽ മെഴുകുതിരിവട്ടത്തിന്റെ വെളിച്ചത്തിൽ നൂറയും അൻവറും പരസ്പരം കലഹിക്കുകയാണ്. എനിക്ക് മതിയായി അൻവർ, ഈ ഇരുട്ടും ഈ പട്ടിണിയും. ഇതിലും നല്ലത് മരിക്കുന്നതാണ്. നൂറ, നീ ഒന്ന് ക്ഷമിക്ക്. ഈ പരീക്ഷ ഒന്ന് കഴിഞ്ഞോട്ടെ. എനിക്ക് ഉറപ്പാണ് നമ്മുടെ ജീവിതം മാറുമെന്ന്. നീ ഈ പുസ്തകം തുറന്നു പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒരുപാടായില്ലേ അൻവർ? ആർഭാട ജീവിതം ആഗ്രഹിച്ച് കഴിയുന്ന തന്റെ ഭാര്യയെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അൻവറിന് അറിയില്ലായിരുന്നു. നൂറയും അൻവറും ഗ്രാമത്തിലെ ഒരു ചെറിയ വാടക വീട്ടിലാണ് താമസം. അൻവർ സൗമ്യനും കഠിനാധ്വാനിയുമാണ്. ഒരു IAS ഓഫീസർ ആകണമെന്നാണ് അൻവറിന്റെ ആഗ്രഹം. എന്നാൽ ജീവിതത്തിലെ പ്രതിസന്ധികൾ കാരണം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ അൻവറിന് കഴിഞ്ഞിരുന്നില്ല. ഒരു സ്വകാര്യ കമ്പനിയിലെ തുച്ഛമായ ശമ്പളത്തിന് അൻവർ ജോലി ചെയ്യേണ്ടി വന്നു. എന്നാൽ നൂറ വളരെയധികം സുന്ദരിയും ആർഭാട ജീവിതം സ്വപ്നം കണ്ടവളുമായിരുന്നു. നൂറക്ക് ആഗ്രഹങ്ങൾ ഏറെയാണ്. അയൽപക്കത്തെ സ്ത്രീകളുടെ സ്വർണ്ണാഭരണങ്ങളും വലിയ കാറുകളും കാണുമ്പോൾ അവൾക്ക് അൻവറിനോട് പുച്ഛം തോന്നിയിരുന്നു. നൂറയുടെ ആഗ്രഹങ്ങളും അവന്റെ സ്വപ്നങ്ങളും നടക്കാൻ വേണ്ടി അവൻ ജോലിക്കിടയിലും പഠിക്കുമായിരുന്നു. പക്ഷേ നൂറ കാത്തിരിക്കാൻ ക്ഷമയുള്ളവളായിരുന്നില്ല. ഈ പുസ്തകങ്ങൾ നോക്കിയിരുന്നാൽ എന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ നിന്നെ കൊണ്ടാവില്ല അൻവർ, നൂറ ഇടയ്ക്കിടെ പറയും. ഒരു ദിവസം അൻവർ ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി വീട്ടിൽ വന്നപ്പോൾ കാണുന്നത് നൂറ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് പോകാനായി ഒരുങ്ങി നിൽക്കുന്നതാണ്. നീ എവിടെയാണ് പോകുന്നത് നൂറ? ഒന്നും പറഞ്ഞിരുന്നില്ലല്ലോ, അൻവർ ചോദിച്ചു. ഞാൻ എന്നെ സ്നേഹിക്കുന്ന ആളുടെ കൂടെ പോവുകയാണ് അൻവർ. എനിക്കൊരാളെ ഇഷ്ടമാണ്. പേര് അജ്മൽ. സ്വന്തമായി ബിസിനസ് ഉണ്ട് അവന്. അവൻ ഒരുപാട് പണമുണ്ട്. എന്നെ അവൻ രാജ്ഞിയെ പോലെ നോക്കുമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. നിന്റെ കൂടെ ഇരുന്നാൽ ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് ഒരിക്കലും കിട്ടില്ല അൻവർ. അതുകൊണ്ട് സോറി, നീ എന്നോട് ക്ഷമിക്കണം. തലയിൽ ഇടുത്തു വീണ പോലെ ഒന്നും പറയാനാവാതെ മരവിച്ചു നിന്നുപോയി അൻവർ. നൂറയെ അവൻ ഇങ്ങനെ ഒരിക്കലും കരുതിയിരുന്നില്ല. നീ എനിക്ക് കുറച്ച് സമയം താ നൂറ, എന്നെ ഒറ്റക്കാക്കി നീ പോകല്ലേ, അൻവർ കേണപേക്ഷിച്ചു. പക്ഷെ നൂറ ഉറച്ച തീരുമാനത്തിലായിരുന്നു. അവൾ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. നൂറ പോയതോടെ അൻവർ തനിച്ചായി. പക്ഷെ അവൻ ഒരുപാട് ദിവസം തളർന്നിരിക്കാൻ റെഡിയായിരുന്നില്ല. നൂറയുടെ ഓരോ വാക്കുകളും അവന്റെ കാതിൽ ഇടയ്ക്കിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു. പ്രൈവറ്റ് കമ്പനിയിലെ ജോലി അൻവർ രാജിവെച്ചു. പട്ടണത്തിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പാർട്ട് ടൈമായി അവൻ ജോലി ചെയ്യാൻ തുടങ്ങി. സൂപ്പർ മാർക്കറ്റിലെ പണി കഴിഞ്ഞ ബാക്കി സമയം മുഴുവനും അവൻ പഠിക്കാനായി മാറ്റിവെച്ചു. ഉള്ള സമ്പാദ്യം വെച്ച് പഠിക്കാനുള്ള എല്ലാ ബുക്കുകളും വാങ്ങി. ഊണും ഉറക്കവും ഇല്ലാതെ പഠിക്കാൻ തുടങ്ങി. തോന്നുമ്പോഴെല്ലാം അവളുടെ വാക്കുകൾ അവൻ ഓർക്കും. അതവനെ കൂടുതൽ പഠിക്കാൻ പ്രേരിപ്പിക്കും. ആദ്യത്തെ പ്രാവശ്യം അവൻ പരീക്ഷ എഴുതി. എന്നാൽ വിധി അവനെ അവിടെയും തോൽപ്പിച്ചു. ആദ്യ ശ്രമം പരാജയപ്പെട്ടു. അത് അൻവറിനെ കൂടുതൽ തളർത്തി. ഒരു ദിവസം സൂപ്പർ മാർക്കറ്റിൽ തന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അൻവർ. പെട്ടെന്നാണ് അവൻ നൂറയെ അവിടെ കണ്ടത്. അവൾ വലിയൊരു കാറിലാണ് വന്നിറങ്ങിയത്. നൂറ അവനെ കണ്ടതും പരിഹാസത്തോടെ അൻവറിനോട് ചോദിച്ചു, ഞാൻ പോയതോടെ നീ വീണ്ടും വലിയൊരു പരാജയമായി മാറിയല്ലോ അൻവർ. ഇതാണോ ഇപ്പോൾ നിന്റെ ജോലി? പരിഹാസം നിറഞ്ഞ മുഖത്തോടെ നൂറ ചോദിച്ചു. അൻവർ നിശബ്ദനായി നിന്നു. ഒന്നും പറഞ്ഞില്ല. അന്ന് രാത്രി അൻവറിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. നൂറയുടെ പരിഹാസമായിരുന്നു മനസ്സ് മുഴുവനും. വിധിയെ പൈചാരി തോറ്റുകൊടുക്കാൻ അൻവർ ഒരിക്കലും റെഡിയായിരുന്നില്ല. അവൻ വീണ്ടും അവന്റെ പരിശ്രമം തുടർന്നു. കൂടുതൽ ഫോക്കസ് നൽകി പഠിക്കാൻ തുടങ്ങി. കൂടുതൽ സമയം പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചു. അടുത്ത 2 വർഷം അൻവർ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടു. അവന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയും അതിനപ്പുറം പരിഹസിച്ചവർക്കും ഒഴിവാക്കിയവർക്കും ഒരു മറുപടി കൊടുക്കാൻ വേണ്ടി. 2 വർഷത്തെ കഠിന പോരാട്ടത്തിനൊടുവിൽ അൻവർ അവന്റെ ലക്ഷ്യത്തിലെത്തി. അൻവർ IAS റാങ്ക് നേടി വിജയിച്ചിരിക്കുന്നു. അടുത്ത വർഷം തന്നെ അൻവർ തന്റെ ജന്മനാട്ടിൽ അസിസ്റ്റന്റ് കളക്ടറായി ചാർജ് എടുത്തു. അൻവറിന്റെ ജീവിതം തന്നെ മാറിമറിഞ്ഞു. ഗവൺമെന്റ് വാഹനത്തിൽ പോലീസ് അകമ്പടിയോട് കൂടിയായി അവന്റെ യാത്രകൾ. കളക്ടർ ഓഫീസിൽ തന്റെ ജോലി തിരക്കിലാണ് അൻവർ ഇപ്പോൾ. പുറത്തൊരുപാട് പരാതിക്കാരുണ്ട്. ഓരോരുത്തരായി വന്ന് അവരുടെ പരാതികൾ ബോധിപ്പിക്കുകയാണ്. അൻവർ തന്റെ മുഴുവൻ ശ്രദ്ധയും മറ്റുള്ളവരെ സഹായിക്കുന്നതിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. പെട്ടെന്നാണ് കറുത്ത പർദ്ദയും ഷാളും ധരിച്ച ഒരു യുവതി തന്റെ ക്യാബിനിലേക്ക് കയറി വന്നത്. അവരും ഒരു പരാതിയുമായി വന്നതാണ്. അൻവർ ഒരു നിമിഷം ആ യുവതിയുടെ മുഖത്തേക്ക് നോക്കി. അൻവർ അത്ഭുതപ്പെട്ടുപോയി. അത് മറ്റാരുമായിരുന്നില്ല, വർഷങ്ങൾക്ക് മുൻപ് തന്നെ തള്ളിപ്പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ തന്റെ ഭാര്യ നൂറ. എന്ത് സംസാരിക്കണമെന്നറിയാതെ രണ്ടുപേരും അല്പനേരം നിശബ്ദരായി നിന്നു. എന്താണ് പരാതി? പറഞ്ഞോളൂ, അൻവർ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. നൂറ തന്റെ പരാതിക്കത്ത് അൻവറിന് നേരെ നീട്ടി. എനിക്കൊരു വീടും ഒരു ചെറിയ ജോലിയും സർക്കാർ സഹായത്തിൽ ചെയ്തു തരണം. ഞാൻ വളരെയധികം കഷ്ടപ്പാടിലാണ് സാർ. ആ സാർ വിളി അൻവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തു പറ്റി നൂറ നിനക്ക്? അജ്മൽ എവിടെ? എങ്ങനെ നിന്റെ ജീവിതം ഇങ്ങനെ മാറിമറിഞ്ഞു? അൻവർ ചോദിച്ചു.
അജ്മൽ എൻ്റെ സൗന്ദര്യത്തെയാണ് സ്നേഹിച്ചത്, എന്നെയല്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ എന്നെ ഉപേക്ഷിച്ചു പോയി. നൂറ ഇടറുന്ന സ്വരത്തോടെ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് പാർക്കാനൊരിടമില്ല, ജീവിക്കാനായി പണമില്ല. ഞാനൊരു പെണ്ണായതുകൊണ്ട് എന്നെ പലരും ശല്യപ്പെടുത്തുന്നുണ്ട്. ഞാൻ വളരെയധികം കഷ്ടതയിലാണ്, നൂറ കണ്ണീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം അൻവർ. മാപ്പ് തരാൻ ഞാൻ അർഹയല്ലെന്ന് എനിക്കറിയാം. എന്നാലും എന്നോട് ക്ഷമിക്കണം. എനിക്ക് ആരോടും ഒരു ദേഷ്യവും ഇല്ല നൂറ. നിനക്ക് നിന്റെ സുഖങ്ങളായിരുന്നു വലുത്. കാത്തിരിക്കാൻ നീ ഒരിക്കലും റെഡിയായിരുന്നില്ല. പക്ഷെ നിന്റെ ആ കുത്തുവാക്കുകളാണ് എന്നെ ഇന്ന് ഈ നിലയിലെത്തിച്ചത്. അൻവർ തന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പണമെടുത്ത് നൂറക്ക് നൽകി. ഇതൊരു പകരം വെക്കലല്ല നൂറ. കഷ്ടപ്പെടുന്ന സ്ത്രീക്കുള്ളൊരു ധനസഹായം മാത്രമായി കണ്ടാൽ മതി. നിന്റെ പരാതി ഞാൻ പരിഗണിക്കാം. സർക്കാർ സഹായം നിനക്ക് കിട്ടാൻ വേണ്ടി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും. നിയമപരമായ സഹായം എൻ്റെ ഭാഗത്തു നിന്ന് നിനക്കുണ്ടാകും നൂറ. പക്ഷെ ആ പഴയ അൻവർ ഇന്ന് നിനക്ക് മുന്നിലില്ല. അൻവർ ബെല്ലടിച്ചു. അടുത്ത പരാതിക്കാരൻ റൂമിലേക്ക് കയറി വന്നു. നൂറ പതിയെ നിറഞ്ഞ കണ്ണുകളുമായി ആ റൂമിൽ നിന്നും ഇറങ്ങി. താൻ അന്ന് വലിച്ചെറിഞ്ഞത് വെറും ദാരിദ്ര്യത്തെയായിരുന്നില്ല, ഒരു വലിയ മനുഷ്യനെയായിരുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞു. പക്ഷേ സമയം ഏറെ വൈകിപ്പോയിരുന്നു. അവൾ പതിയെ പതിയെ നടന്നകന്നു.